എന്തുകൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്? അതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻകൂട്ടിയുള്ള ഖലാ ഖദർ മൂലമാണ് അവകളൊക്കെ ഉണ്ടാകുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ൽ അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും. ഭൂമിയിൽ ഒരു വിപത്തും ഒരു ദുരന്തവും ഉണ്ടാകുന്നില്ല. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഭൂമിയുടെ ഏത് കോണിലായാലും എന്ത് പ്രകൃതി ദുരന്തങ്ങളായാലും ഭൂകമ്പങ്ങളായാലും പകർച്ചവ്യാധികളാണെങ്കിലും ചിക്കുൻ ഗുനിയയാണെങ്കിലും ഒക്കെ തന്നെ മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർള്, ഭൂമിയിൽ ഒരു മുസീബത്തും ഉണ്ടാകുന്നില്ല. വലാ ഫീ അൻഫുസികും, മനുഷ്യരെ നിങ്ങളിലുള്ള മുസീബത്തുകളും ഉണ്ടാകുന്നില്ല, നിങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ക്ലേശങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, മുമ്പ് തന്നെ അല്ലാഹു കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ, അല്ലാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ രീതിയിലല്ലാതെ, അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമല്ലാതെ നിങ്ങളിലോ ഭൂമിയിലോ ഒരു മുസീബത്തും വരികയില്ല. എന്തിനാണ് നാം ഇത് പറഞ്ഞു തരുന്നത് എന്നും അല്ലാഹ് പഠിപ്പിച്ചു. എന്തിനാ അത് പറഞ്ഞു തരുന്നത് അറിയോ? ഇതൊക്കെ അള്ളാന്റെ വിധിയാണ്. എല്ലാ മുസീബത്തിന്റെയും പിന്നിൽ അള്ളാഹുവിന്റെ ഖദർ ഖലാ ആണെന്ന് പറഞ്ഞു തരുന്നത് എന്തിനാ? ലികൈലാ തഅസൂ അലാ മാ ഫാതകും വലാ തഫറഹൂ ബിമാ ആതാകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ലികൈലാ തഅസൂ അലാ മാ ഫാതകും, കിട്ടാതെ പോയതിന്റെ വിഷയത്തിൽ നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ നിരാശപ്പെടരുത്. വലാ തഫറഹൂ ബിമാ ആതാകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ മതിമറന്ന് സന്തോഷിക്കരുത്. അപ്പൊ നിഅമത്തിന്റെ അനുഗ്രഹത്തിന്റെ കൂമ്പാരങ്ങൾ ഒന്നാകെ വരുമ്പോ ഇതെനിക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ മതിമറന്ന് സന്തോഷിക്കരുത്. നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു പോയാൽ, നിങ്ങൾക്ക് ദുരന്തങ്ങൾ ഉണ്ടായാൽ, മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ, നിങ്ങൾ നിരാശപ്പെടരുത്, റബ്ബിനെ ഓർക്കണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അല്ലാഹു പൊങ്ങച്ചക്കാരനായ ദുരഭിമാനിയെ ഇഷ്ടപ്പെടുകയില്ല. സമ്പാദ്യങ്ങൾ കിട്ടിയപ്പോ, അനുഗ്രഹം കിട്ടിയപ്പോ എന്റെ കഴിവ് കൊണ്ട് കിട്ടി എന്ന് പറയുന്നവൻ, എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അയ്യോ അവിടെ ഇച്ചിരി എന്റെ ശ്രദ്ധ വിട്ടുപോയി എന്ന് പറയുന്ന പൊങ്ങച്ചക്കാരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? അള്ളാന്റെ വിധി, അല്ലാഹു കണക്കാക്കിയത്. വേറൊരു ഭാഗത്ത് കാണാ, ഖുർആൻ പല ഭാഗത്തും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, ഒരു മുസീബത്തും ഉണ്ടാവുകയില്ല മനുഷ്യരെ ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടെയല്ലാതെ, വിധിയോടുകൂടെയല്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്, എന്നിട്ട് അല്ലാഹ് പറയാ, മുസീബത്തിന്റെ കാര്യം പറഞ്ഞിട്ട് മുസീബത്തൊക്കെ അല്ലാഹുവിൽ നിന്ന് തന്നെയാണ്. ചില ആളുകൾ വിശ്വസിക്കുന്നു ഖൈറൊക്കെ ദൈവത്തിൽ നിന്ന്, ശർറോ സാത്താനിൽ നിന്ന്. ശരിയല്ല. അത് സമ്മതിച്ചാൽ തന്നെ ഈ ശാത്താനെ ആര് പടച്ച് സ്വാതന്ത്ര്യം കൊടുത്തു? അവിടെ ഉത്തരം മുട്ടുമല്ലോ. ഖൈറൊക്കെ ദൈവം തമ്പുരാൻ, നല്ലതൊക്കെ ദൈവത്തിന്റെ വിധി, മോശപ്പെട്ടതോ സാത്താന്റെ വിധി, സാത്താന്റെ ഭാഗം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവുക? ഈ സാത്താനെ ആര് പടച്ചു സ്വാതന്ത്ര്യം കൊടുത്തു? അപ്പൊ അള്ളാഹുവിലേക്ക് തന്നെയല്ലേ മടങ്ങിപ്പോകുന്നത്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബ, മുസീബത്ത് വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ,
ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങൾ മേൽക്കുമേൽ വരുമ്പോൾ അല്ലാഹുവിൽ വിശ്വസിക്കേണ്ട ക്രമം വിശ്വസിച്ച് പിടിച്ചു നിന്നാൽ യഹ്ദി ഖൽബ, അവന്റെ ഹൃദയത്തിന് അല്ലാഹു വഴി കാണിക്കും. അവന്റെ ഹൃദയത്തിന് അല്ലാഹു വഴി കാണിക്കും. അപ്പൊ അങ്ങനെ ഒരു ദുരന്തം, ഒരു പ്രതിസന്ധി, ഒരു മുസീബത്ത് വരുമ്പോ വഴിയറിയാതെ തപ്പിത്തടയേണ്ടി വരില്ല. അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക് യഹ്ദി ഖൽബ. പടച്ചവനെ ഇതിനെ ചികിത്സിച്ച് തോറ്റല്ലോ, മുസീബത്തുകൾ മേൽക്കുമേലെ വരികയാണല്ലോ, പല കേന്ദ്രങ്ങളിലും പോയല്ലോ, ഇനി ഇവിടെ നിരക്ഷ എന്ന് അത്തരക്കാർ പറയില്ല. അത്തരക്കാർക്ക് അങ്ങനത്തെ ചിന്ത വരില്ല. കാരണം യഹ്ദി ഖൽബ, യഹ്ദി ഖൽബ, അവന്റെ ഹൃദയത്തിന് നാം വഴി കാണിക്കും, അവന് വഴി കാണിക്കും. വല്ലാഹു അലീമും വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. പടച്ച തമ്പുരാൻ എല്ലാം അറിയാം, എല്ലാം അറിയുന്ന നാഥൻ ഈ മുസീബത്ത് കൊടുത്ത് പരീക്ഷിച്ചിരിക്കുന്ന മനുഷ്യൻ അവനിൽ വിശ്വസിച്ച് പിടിച്ചു നിൽക്കുമ്പോൾ അവന് വഴി കാണിച്ചു കൊടുക്കും എന്ന് സാരം. എന്തിനാ അങ്ങനെയൊക്കെ അള്ളാഹു ബുദ്ധിമുട്ട് തരുന്നത്? എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്കെങ്കിലും ഒരു സുഖസൗഖ്യം തന്നൂടെ? എന്തിനാ അള്ളാഹ് ഇതൊക്കെ തരുന്നത്? എന്തിനാ രോഗം തരുന്നത്? എന്തിനാ മാനസിക ക്ലേശങ്ങൾ തരുന്നത്? എന്തിനാ? അതിനും ഖുർആൻ മറുപടി പറയുന്നുണ്ട്. നിങ്ങളെ ശാരീരികവും മാനസികവുമായി പരീക്ഷിക്കുന്നത് എന്തിനാ? അള്ളാഹു പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഖുർആൻ, ബുഖാരി, മുസ്ലിം, ഇതിനപ്പുറത്ത് ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിനും ഒരു പണ്ഡിതന്റെ വാക്കും പോകുന്നില്ല. അത് മാത്രം ഖുർആനും ഹദീസ് ഗ്രന്ഥങ്ങളിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലെ ഉന്നത ഗ്രന്ഥങ്ങളായ ബുഖാരി, മുസ്ലിം, ഇതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം വിശ്വസിക്കാം, ഇത് ഇസ്ലാമിന്റെ നിയമമാണ് പറയുന്നത്. ഒരു സംഘടനയുടെ, സുന്നിയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങനെയുള്ളൊരു നിയമമല്ല, ഇസ്ലാമിന്റെ നിയമം പറയുന്നത്. ഇത് സുന്നി പള്ളിയല്ലേ, അവിടെ സുന്നി ആദർശല്ലേ പ്രശ്നം? അങ്ങനൊന്നുമില്ല, ഇസ്ലാമിന്റെ വിഷയം. ഇത് മുസ്ലിമാണോ? നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് രോഗങ്ങൾ തന്നത്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, നിശ്ചയം നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയുകയാണ്, ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, നിങ്ങൾക്ക് ആശങ്കകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തന്നുകൊണ്ട്, നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട്, വൽ ജൂഅ്, പലരെയും പട്ടിണിക്കിട്ടുകൊണ്ട്, സാമ്പത്തിക ക്ലേശങ്ങളിൽ അകപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിൽ പലരെയും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ധനം കുറച്ചുകൊണ്ട് പരീക്ഷിക്കും. നിങ്ങളിൽ അംഗങ്ങളെ ഇല്ലാതെ ആൾനാശമുണ്ടാക്കിക്കൊണ്ട്, വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസ്, ആൾനാശമുണ്ടാക്കിക്കൊണ്ട്, നിങ്ങളിൽ ചിലരെ അപകടങ്ങളിൽ പെടുത്തിക്കൊണ്ട്, പെട്ടെന്ന് മരിപ്പിച്ചുകൊണ്ട്, വസ്സമറാത്ത്, നിങ്ങളുടെ വിഭവങ്ങൾ ചുരുക്കിക്കൊണ്ട്, ചുരുക്കത്തിൽ നിങ്ങളുടെ വിഭവങ്ങൾ, നിങ്ങളുടെ ഫലങ്ങൾ, കായ്ക്കനികൾ ചുരുക്കിക്കൊണ്ട്, ആൾനാശം വരുത്തിക്കൊണ്ട്, സമ്പത്ത് ചുരുക്കിക്കൊണ്ട്, നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട്, പട്ടിണിക്കിട്ടുകൊണ്ടൊക്കെ, നബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു, വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാശീലരായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണം ഏറ്റുവാങ്ങി ക്ഷമിച്ച് നിലകൊള്ളുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. ആരാണ് സബറുള്ള ആളുകൾ? സബറുള്ള ആളുകൾ ആരാ? അല്ലദീന, ഒരു വിഭാഗമാണ്, ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ,
അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് വന്നവരാണ്, ആ അല്ലാഹുവിലേക്ക് തന്നെ തിരിച്ചു പോകും. ഞങ്ങളുടെ കയ്യിലുള്ളത് എന്തും അല്ലാഹ് തന്നതാണ്, അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചു വാങ്ങും എന്നവർ പറയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ വിജയവും പരാജയവും നിർണയിക്കാനുള്ള കാര്യങ്ങളാകുന്നു. പാകത്തുക കാര്യം മനസ്സിലായില്ലേ? എന്തിനാണ്, എങ്ങനെ രോഗം വരുന്നു, അത് എന്തിനാണ് തിരിഞ്ഞല്ലോ. ഇനി ഈ രോഗമുണ്ടാകുമ്പോ ആയത്തിൽ പറഞ്ഞതുപോലെ അതിന്റെ ബാഹ്യാർത്ഥം മനസ്സിലാക്കി ക്ഷമിച്ചങ്ങനെ ഇരിക്കുക, അത് പാടില്ല. എല്ലാ സ്ഥലത്തും പനിയാ, പനി വന്നാൽ ഉടനെ തന്നെ ആശുപത്രികളിൽ പോയിട്ട് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുക, പകർച്ചവ്യാധി ഭയന്നതുകൊണ്ട്. അതോടൊപ്പം സത്യവിശ്വാസികളായ നാം പലതും സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ വിഷയം സംസാരിക്കാനുള്ളത് കൊണ്ട് ഇതിലേക്ക് പ്രവേശിക്കുന്നില്ല. പരിസ്ഥിതി മലിനീകരണം, ശുദ്ധി, ഇതൊക്കെ ഇസ്ലാമിൽ വലിയൊരു കാര്യമാണ്. റോഡ് സൈഡൊക്കെ വൃത്തികേടാക്കുക, മാലിന്യങ്ങൾ, കച്ചറകൾ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിക്ഷേപിക്കുക, ഈ സ്വഭാവമൊന്നും മുസ്ലിമിന് ഭൂഷണമല്ല. അത് അള്ളാഹു വെറുത്ത കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യം ശുദ്ധി. ഈമാൻ, വിശ്വാസത്തിന്റെ തന്നെ പകുതി ഭാഗമാണല്ലോ വൃത്തി, ആന്തരികവും ബാഹ്യവുമായ വൃത്തി. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. ഏതായിരുന്നാലും ഇത്തരം രോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോ ക്ഷമിച്ചിങ്ങനെ വീട്ടിലിരിക്കുക. ഉസ്താദ് ഇപ്പൊ പ്രസംഗിച്ചത് അങ്ങനെയാണല്ലോ, ഇതൊക്കെ അള്ളാന്റെ വിധിയാണ്. അള്ളാന്റെ വിധി ആയതുകൊണ്ട് ഒക്കെ ക്ഷമിച്ചിരുന്ന ബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ടെന്ന് ഖുർആനിലുണ്ടല്ലോ. അതുകൊണ്ട് ക്ഷമിച്ച് വീട്ടിൽ അങ്ങനെ ഇരിക്കുക. ബമ്പറനോത്തി ഉണ്ടാക്കി തരുന്ന ചെറിയ അരിയുടെ കഞ്ഞിയും കുടിച്ചിട്ട് നന്നായി ഉപ്പിട്ടിട്ട് അങ്ങനെ നീട്ടി കുടിക്കുക, അങ്ങനെ ഇരിക്കുക, അത് പറ്റൂല. നാം എന്ത് ചെയ്യണം? സബബുകളുമായി ബന്ധപ്പെടണം, നിമിത്തങ്ങളുമായി ബന്ധപ്പെടണം, സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെടണം, മാധ്യമങ്ങളുമായി ബന്ധപ്പെടണം. അള്ളാഹുവാണ് എല്ലാം വിധിക്കുന്നത് എങ്കിലും, നിങ്ങൾ ശ്രദ്ധിക്കണം, അള്ളാഹുവാണ് എല്ലാം വിധിക്കുന്നത് എങ്കിലും അള്ളാഹു ഒരു മാധ്യമങ്ങളിലൂടെയാണ് എല്ലാം വിധിക്കുന്നത്. ഇപ്പൊ മഴ നമുക്ക് തരുന്നത് ആരാ? അള്ളാഹു. വയുനസ്സിലുൽ ഗൈസ, മഴയെ വർഷിപ്പിക്കുന്നത് അള്ളാഹു ആകുന്നു. പടച്ചവനാണ് മഴ തരുന്നത്. പക്ഷേ അതിനൊരു നിമിത്തം വെക്കുന്നുണ്ട്, ഒരു സബബ് വെക്കുന്നുണ്ട്. എന്താ സബബ്? മേഘം നിമിത്തമായി മഴ തരുന്നു. ഒരു കുഞ്ഞ് നമുക്ക് സന്താനങ്ങളെ തരുന്നത് ആരാണ്? അള്ളാഹുവാണ്. അല്ലേ? അള്ളാഹു ഓശാരമായി കൊടുക്കും. യഹബു ലിമൻ യശാഉ ദുകൂർ വ ഇനാസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ കൊടുക്കും, പെൺകുട്ടികളെ കൊടുക്കും. ലിമൻ യശാഉ അഖീമ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ വന്ധ്യരാക്കും, മക്കളെ കൊടുക്കാതിരിക്കും. ഇതൊക്കെ അള്ളാഹു പറയുന്നതാ ഖുർആനിൽ. അപ്പൊ മക്കളെ തരുന്നത് ആരാ? അള്ളാഹു. പക്ഷേ വെറുതെ തരൂലല്ലോ, അതിനൊരു മാധ്യമമുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും ശാരീരികമായി ബന്ധപ്പെടുക എന്ന സബബിന്റെ അടിസ്ഥാനത്തിൽ, അല്ലേ? അപ്പൊ രോഗശമനം തരുന്നത് ആരാ? അല്ലാഹുമ്മ അന്തശ്ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക്. ഇതാണല്ലോ നമ്മുടെ വിശ്വാസം. അല്ലാഹുവേ, രോഗശമനം തരുന്നത് നീ തന്നെ, നീ അല്ലാതെ രോഗം ശമിപ്പിക്കുന്നവൻ ഇല്ല തന്നെ. ഇതാണല്ലോ വിശ്വാസികളായ നമ്മുടെ വിശ്വാസം, അല്ലേ? മുഅ്മിനുകളായ നമ്മുടെ വിശ്വാസം അതാണ്. പക്ഷേ അള്ളാഹു രോഗശമനം തരുന്നത് ഒരു മാധ്യമത്തിലൂടെയാണ്. ചികിത്സിക്കുക, മരുന്ന് കഴിക്കുക എന്ന ഉപാധിയിലൂടെ രോഗശമനം തരുന്നു. എല്ലാം അങ്ങനെയാണ്. ഇങ്ങനെ ഈ നിമിത്തങ്ങളില്ലാതെ, സബബുകളില്ലാതെ അള്ളാഹുവിന് സാധിക്കും. ഇപ്പോ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ സ്പർശിക്കാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരു പെണ്ണിന് സാധിക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടാതെ ഇവിടെ ഒരു ജനനം നടത്താൻ അള്ളാഹുവിന് സാധിക്കും. മറിയം ബീവിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ സൂറ മറിയം എന്ന അധ്യായത്തിൽ സവിസ്തരം പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ ദൂതനായ മാലാക മറിയമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സന്തോഷിച്ച ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ട്, പുള്ളുണ്ടാകുന്നുണ്ട്. എവിടെന്നാ എനിക്ക് കുട്ടി ഉണ്ടാവുക? വലം യംസസ്നി ബശർ, ഒരു മനുഷ്യൻ എന്നെ തൊട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാകും? വലം അകു ബഗിയാ, ഞാൻ വൃത്തികെട്ടവളല്ലല്ലോ, ഞാൻ വ്യഭിചാരി പെണ്ണല്ലല്ലോ, എങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാകും? അനുവദിക്കപ്പെട്ട രീതിയിൽ ഒരു നിക്കാഹ് നടന്നിട്ടില്ലല്ലോ, ഞാൻ ഒരാളുടെ ഭാര്യയല്ലല്ലോ, ഞാനൊരു തെമ്മാടി പെണ്ണുമല്ലല്ലോ. മലക്കെന്ത് പറഞ്ഞു? ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. സംഗതി ഓക്കേ. ഖാല കദാലികി,
സംഗതി നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ നിന്റെ റബ്ബ് ഹുവ അലയ്യ ഹയ്യിൻ, പടച്ചവന് അതിന് പറ്റും. ഒരു പുരുഷനും നിന്നെ തൊടാതെ ഒരു കുഞ്ഞിനെ നിനക്ക് തരാൻ അള്ളാഹുവിന് പറ്റും. ഇത് ഖുർആനാ പറയുന്നത്. അപ്പൊ മാധ്യമങ്ങളില്ലാതെയും കാര്യങ്ങൾ നടത്താൻ സർവേശ്വരനായ ശക്തിയുള്ളവനായ റബ്ബിന് സാധിക്കുമെങ്കിലും അള്ളാഹു ഒരു ചര്യയാക്കി ഇത് വെച്ചു. ഏത്?